പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം തിരുവചനം പറയുന്നു, മോഷ്ടിക്കുവാനും കൊല്ലാനും നശിപ്പിക്കുവാനുമാണ് കള്ളൻ വരുന്നത്. കള്ളൻ സാത്താനാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പത്രോസ്ലീഹ നമുക്ക് മുന്നറിയിപ്പ് തരുന്നുണ്ട്. നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവിൻ. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ എന്ന്. അപ്പോൾ നാം ബോധവാന്മാരും ജാഗരൂകരുമായിരിക്കണം. കാരണം സാത്താൻ്റെ കെണിയിൽ നാം പെട്ടുപോകരുത്. വിശുദ്ധ യാക്കോബിൻ്റെ ലേഖനത്തിൽ 4-ാം അധ്യായം 7-ാം തിരുവചനം ഇപ്രകാരമാണ് പറയുന്നത്, ദൈവത്തിന് വിധേയരാകുവിൻ, പിശാചിനെ ചെറുത്തു നിൽക്കുവിൻ, അപ്പോൾ അവൻ നിങ്ങളിൽ നിന്നും ഓടി അകന്നുകൊള്ളും. പ്രലോഭനങ്ങളെ ചെറുത്തു നിൽക്കണം. അതോടൊപ്പം തന്നെ നാം ആശ്രയം വെക്കേണ്ടത് ദൈവത്തിലാണ്. ദൈവത്തിന് വിധേയരായിരിക്കുകയാണ് ചെയ്യേണ്ടത്. നാം ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവം നമ്മോടും ചേർന്ന് നിൽക്കും. നാം പിശാചിനോടാണ് ചേർന്ന് നിൽക്കുന്നുവെങ്കിൽ അവൻ നമ്മോടും ചേർന്ന് നിൽക്കും. അതുകൊണ്ട് പിശാചിനെ നാം എതിർക്കുകയാണ് ചെയ്യേണ്ടത്. ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തിന് വിധേയപ്പെടുകയും വേണം. വിശുദ്ധ ലൂക്ക 22:40 തിരുവചനം പറയുന്നു, നിങ്ങൾ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടാതിരിക്കുവാൻ പ്രാർത്ഥിക്കുവിൻ എന്ന്. അപ്പോൾ നാം പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥനയിലൂടെ ശക്തി പ്രാപിച്ചുകൊണ്ട് പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിക്കുകയാണ് നാം ചെയ്യേണ്ടത്. ദൈവത്തിൻ്റെ ശക്തിയോ ദൈവത്തിൻ്റെ വചനങ്ങളോ അറിയാത്തത് കൊണ്ടാണ് പലപ്പോഴും നാം തെറ്റിൽ വീണു പോകുന്നത്. അപ്പോൾ പ്രാർത്ഥനയിലൂടെ നാം ശക്തിയാർജിച്ച് ദൈവത്തിൻ്റെ വചനങ്ങൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്ത് ആ വചനങ്ങളിൽ ആശ്രയിച്ചുകൊണ്ട്, കാരണം വചനം ദൈവം തന്നെയാണ്, ആ വചനങ്ങളിൽ ആശ്രയിച്ച് വചനമനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങളും ഉണ്ടാകുമ്പോഴാണ് നമുക്ക് സാത്താനെ ചെറുത്തു നിൽക്കാൻ സാധിക്കുന്നത്. പ്രലോഭനം എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. യേശുവിനും പ്രലോഭനം ഉണ്ടായി. അപ്പോൾ അതിനെയെല്ലാം അതിജീവിച്ചത് എങ്ങനെയാണെന്ന് യേശുവിൻ്റെ മാതൃക നാം സ്വീകരിക്കണം. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഈ സാത്താൻ്റെ പ്രലോഭനങ്ങളെ എതിർത്ത് നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. പലപ്പോഴും നമ്മുടെ മനസ്സിൽ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചാൽ മതി, അധികം പ്രാർത്ഥനയുടെ ആവശ്യമില്ല, അധികം പ്രാർത്ഥിക്കുമ്പോൾ കൂടുതൽ സഹനങ്ങൾ ഉണ്ടാകും, ഇങ്ങനെയുള്ള തോന്നലുകൾ നമ്മുടെ ഹൃദയത്തിൽ നിറച്ചു തരുന്നത് സാത്താനാണ്. ആ ഒരു ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം. ഓരോ പ്രലോഭനവും ദൈവത്തെയും സാത്താനെയും നാം തിരഞ്ഞെടുക്കേണ്ട ഒരു സംഘർഷ അവസ്ഥയിലാണ് എത്തിച്ചേരുന്നത്. നാം പ്രലോഭനങ്ങളിൽ വീഴാതിരിക്കണമെങ്കിൽ ദൈവത്തെ നാം തിരഞ്ഞെടുക്കണം. അതേസമയം പ്രലോഭനങ്ങളിൽ അകപ്പെട്ടു പോവുകയാണെങ്കിൽ നാം സാത്താൻ്റെ കെണിയിൽ വീണു പോവുകയാണ് എന്നറിഞ്ഞിരിക്കണം. സാത്താൻ വരുന്നത് നശിപ്പിക്കാനും കൊല്ലാനും ആണ് എന്നുള്ളൊരു ബോധ്യവും നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൽ ആശ്രയിച്ച് വചനമനുസരിച്ച് ജീവിക്കുമ്പോഴാണ് നമുക്ക് ദൈവത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കാനും ദൈവത്തിൻ്റെ പരിപൂർണതയിലേക്ക് വളരുവാനും നമുക്ക് സാധിക്കുന്നത്. വിശുദ്ധ യാക്കോബിൻ്റെ ലേഖനം 1:12 തിരുവചനം പറയുന്നു, പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുവാൻ ഭാഗ്യവാൻ. എന്തെന്നാൽ അവൻ പരീക്ഷകളെ അതിജീവിച്ച് കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവൻ്റെ കിരീടം അവന് ലഭിക്കും. അതാണ് നമ്മുടെ പ്രത്യാശ. ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവൻ്റെ കിരീടം നേടുവാനായിട്ടാണ് നാം നിരന്തരം പരിശ്രമിക്കേണ്ടത്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.